ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ അൾത്താരയിലുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. 1 സാമുവേൽ 3-ാം അധ്യായം 1 മുതലുള്ള വചനം. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നു. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിട്ടുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. ഏലി ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ മുൻപിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിനരികെ കിടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു, സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കലേക്ക് ഓടി, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. അവൻ പോയി കിടന്നു. കർത്താവ് വീണ്ടും സാമുവേലിനെ വിളിച്ചു, സാമുവേൽ. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കലേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. ഏലി പറഞ്ഞു, മകനെ, നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോഴും അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെട്ടിരുന്നില്ല. 3-മതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ സാമുവേലിൻ്റെ ഈ മനോഭാവം നമുക്ക് സ്വീകരിക്കാം. അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. ഓരോ വ്യക്തിയും ചിന്തിക്കുക, നിന്റെ ഇന്നത്തെ കുടുംബ ജീവിത വഴിയിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ ജോലി ഭാരത്തിൽ, നിന്റെ ബന്ധങ്ങളിൽ നീ ഇന്ന് അനുഭവിക്കുന്ന വിഷയം എന്താണ്? ഇതാ ആ വിഷയത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നീ ചെയ്യേണ്ട കാര്യം അൾത്താരയോട് ചേർന്നായിരിക്കാനും ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുമുള്ള മനസ്സ്. അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു. നമ്മുടെ ബുദ്ധി പറയുന്നതല്ല, മനസ്സിലെ തോന്നലുകളല്ല, മറിച്ച് ദൈവം നിന്നോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ്. ദൈവമേ, സാമുവേൽ എടുത്ത നിലപാട് പോലെ ഞങ്ങളും ദൈവസന്നിധിയിൽ എടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ നമുക്ക് വലിയൊരു തീരുമാനമെടുക്കാം. എന്തെന്നറിയോ? അൾത്താരയോട് ചേർന്നിരിക്കാനുള്ള തീരുമാനം. 2 കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ അൾത്താരയാണ് നിനക്ക് ആശ്രയം, നിനക്ക് ആശ്വാസം. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും ഭാരങ്ങളും വരുമ്പോൾ ഈ ബലിപീഠമാണ് നിനക്ക് ആൾത്താര. ഈ ബലിപീഠമാണ് ഉത്തരം. നമ്മുടെ തലയ്ക്കകത്തേക്ക് പല ചിന്തകൾ വരും, പലതരത്തിലുള്ള ആലോചനകളും തോന്നലുകളും വരും. എന്നാൽ ആ തോന്നലുകൾക്ക് വിട്ടുകൊടുക്കാതെ ഈ അൾത്താരയെ മുറുകെ പിടിക്കാൻ, ബലിപീഠത്തിൽ ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കണം. 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കണം. ഓ ദൈവമേ, ഞങ്ങൾ അതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക്, ഭാരങ്ങൾക്ക് ഉത്തരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ കയ്യിൽ അത് ഉത്തരമുണ്ട്. കർത്താവെ, അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഈ അൾത്താരയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഈ അൾത്താരയാണ്. അൾത്താരയാണ്, ഈ ബലിപീഠമാണ് ഞങ്ങളുടെ ആശ്രയം. ഓ ദൈവമേ, ഞങ്ങളിതാ വിശ്വസിക്കുകയാണ്. 2 കരങ്ങളും അൾത്താരയോട് ചേർത്ത് പിടിച്ചോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ മനസ്സിൽ കാണണം, ഇതാ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ പരിശുദ്ധ അൾത്താരയുണ്ട്. അൾത്താര നിങ്ങളുടെ ജീവിതത്തിൽ അനേക തവണ ബലിയർപ്പണങ്ങൾ നടത്തപ്പെട്ട പരിശുദ്ധ അൾത്താര, നിങ്ങളുടെ ജീവിതത്തിൽ കൂദാശകൾ സ്വീകരിച്ച അൾത്താര, അൾത്താരയോട് ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ പിടിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഈ അൾത്താരയോട് ചേർത്ത് വയ്ക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്ക് ആശ്രയം, അങ്ങ് മാത്രമേ എനിക്ക് ഉത്തരമുള്ളൂ. എൻ്റെ ലോകത്തുള്ള മറ്റുള്ളവർ പറയുന്നതല്ല, വീട്ടുകാരും നാട്ടുകാരും പറയുന്നതല്ല, മറിച്ച് അങ്ങാണ് എൻ്റെ ഉത്തരം.
രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് സ്തുതിച്ചേ. ഈശോയെ നിന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, ഞങ്ങളിതാ ജീവിതത്തെ സമർപ്പിക്കുന്നു. കർത്താവേ, സാമുവേൽ പ്രവാചകൻ ചെയ്തതുപോലെ ഈ ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കാനുള്ള തീരുമാനം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തടസ്സങ്ങൾ മാറ്റണമേ. അങ്ങ് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള തടസ്സങ്ങൾ മാറ്റണമേ. കർത്താവേ, ഞങ്ങളിതാ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ദൈവമേ, ഈ അൾത്താരയാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഈ അൾത്താരയോട് ചേർത്ത് വെക്കുന്നു. ആരാധന 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 ആരാധന. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഈ അൾത്താരയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ ഇടപെടണമേ. ആരാധന 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 ആരാധന. Praise the Lord. Hallelujah. Hallelujah. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമിഴ്ത്തി വെച്ച്. ഒരു പക്ഷേ ചില കാര്യങ്ങൾ ദൈവസ്വരം കേൾക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ തടസ്സമായിട്ട് കിടപ്പുണ്ടാവും. ഒരുപക്ഷെ ദൈവസ്വരത്തിന് പകരം നമ്മുടെ തലയ്ക്കകത്ത് ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞ ചില കാര്യങ്ങളാണോ കിടക്കുന്നത്? ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ചില വ്യക്തികൾ നിന്നെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. ആ വ്യക്തികൾ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ നിന്റെ തലയ്ക്കകത്തോട്ട് കയറിയിട്ടുണ്ടാവും. ഒരുപക്ഷെ യൂട്യൂബിൽ കണ്ട ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിന്റെ തലയ്ക്കകത്തുണ്ടാവും. നിന്റെ ജീവിതത്തിൽ നീ ഇന്നോളം വളർന്നു വന്ന സാഹചര്യത്തിൽ ദൈവസ്വരത്തെ മാറ്റിവെച്ചിട്ട് നിന്നെ നയിക്കുന്ന ചിന്ത, നിന്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന സ്വരം ആരുടേതാണ്? ഏതെങ്കിലും വ്യക്തികൾ നിന്നെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷെ നിനക്ക് ദൈവസന്നിധിയിൽ സ്വരം കേൾക്കാൻ പറ്റാത്തവണ്ണം നിനക്ക് ചില വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ പുസ്തകങ്ങളോ പറഞ്ഞെന്ന സ്വരം നിന്റെ തലയ്ക്കകത്തുണ്ടോ? ഈശോയെ, ഇപ്രകാരമുള്ള ഈ തടസ്സം എടുത്ത് മാറ്റണമേ. നിന്റെ സ്വരം കേൾക്കാൻ തക്കവണ്ണം കർത്താവേ എന്നെ ബലപ്പെടുത്തണം. കർത്താവെ, ഞാൻ ആഗ്രഹിക്കുന്നു, ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. ദൈവമേ, അങ്ങയുടെ സ്വരം കേൾക്കാൻ തക്കവണ്ണം കർത്താവെ എനിക്ക് കൃപ വേണം. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഭയചിന്തകൾ കയറിയിട്ടുണ്ടോ? ദൈവസ്വരം കേൾക്കാൻ പറ്റാത്തവണ്ണം ഭയചിന്തകൾ, എന്തെങ്കിലും കുറവുകൾ. എന്നെ കൊള്ളിയേല, എൻ്റെ കുടുംബ പശ്ചാത്തലം ഇങ്ങനെയാണ്, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനത്തെ ഒരവസ്ഥയാണ്, എനിക്ക് കുറെ തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നന്നാവില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പണമില്ല, എനിക്ക് ആൾബലമില്ല, ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ തീരും, ഞാൻ നശിച്ചൊരു വ്യക്തിയാണ് എന്നിങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് കുറേ നെഗറ്റീവ് ചിന്തകൾ കടന്നു വന്നിട്ടുണ്ടോ? നീ ഈ സമയത്ത് നീ നിന്നോട് തന്നെ പറയണം, എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു. ദൈവമേ, അങ്ങ് എന്നിൽ ഇടപെടണമേ, അങ്ങ് എന്നിൽ ഇടപെടണമേ. ഓരോ വ്യക്തിയും ഈ സമയം നമ്മളോട് തന്നെ നമ്മൾ പറയുക, ഇതാ ദൈവം എന്നിൽ ഇടപെടുന്നു, ദൈവം എന്നിൽ ഇടപെടുന്നു. എൻ്റെ ചിന്തയല്ല, മറിച്ച് ദൈവം എന്നിൽ ഇടപെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് നിന്നിൽ ഇടപെടാൻ അവസരം കൊടുക്കുക. ദൈവമേ, അങ്ങനിൽ ഇടപെടണമേ. നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ആരും തികഞ്ഞവരല്ല. ഫരിസേയ മനോഭാവം നല്ലതല്ല. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുള്ള വ്യക്തികളല്ലേ നമ്മളെല്ലാവരും. ഐ ആം നോട്ട് ഓക്കെ, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. ദൈവമേ, അങ്ങനോട് സംസാരിക്കണമേ, ദൈവമേ അങ്ങനോട് സംസാരിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസ്വരം കേൾക്കുന്നതിന് നമ്മളെ തടയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, നിന്റെ ആത്മാവിനാൽ എൻ്റെ എല്ലാ തടസ്സങ്ങളെയും നിർവീര്യമാക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്നെ തടയുന്ന എല്ലാ പൈശാചിക ചിന്തകളും ആലോചനകളും കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും പരിശുദ്ധാത്മാവെ തകർത്തെറിയണമേ, നിർവീര്യമാക്കണമേ. ഓ പരിശുദ്ധാത്മാ ശക്തിയെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്വരം കേൾക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. എൻ്റെ ഉള്ളിലുള്ള ഇരുട്ടിനെ പരിശുദ്ധാത്മാവെ എടുത്ത് മാറ്റണമേ. പരിശുദ്ധാത്മാവെ എന്നിൽ പ്രവർത്തിക്കണമേ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ശക്തമായി വെളിച്ചം എൻ്റെ ഉള്ളിൽ വീഴണമേ.
പരിശുദ്ധാത്മാവേ അങ്ങനിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എനിക്ക് വെളിച്ചം വേണം, ഇരുട്ട് മാറണം. പരിശുദ്ധാത്മാവേ എന്റെ എല്ലാ തടസ്സങ്ങളും മാറണം. പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകമെന്ന് നിറയണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആത്മാവേ, ഓ പരിശുദ്ധാത്മാവേ എന്റെ എല്ലാ തടസ്സങ്ങളും മാറണം, നിർവീര്യമാക്കണം. എനിക്ക് ദൈവസ്വരം കേൾക്കാൻ തക്കവണ്ണം എന്റെ മനസ്സിനെ ബലപ്പെടുത്തണം. എല്ലാവരും നന്നായിട്ട് കൈയടിച്ച് ചേർന്നു ശക്തിയോടെ കൈയടിച്ച്. ആമേൻ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ. ആത്മാവേ, യെസ്, ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. ആശ്വാസദായകനേ, ദൈവ ചൈതന്യമേ. ചേർന്ന് ചേർന്ന് ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ. ആത്മാവേ. ആമേൻ. ആശ്വാസദായകനേ, ദൈവ ചൈതന്യമേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, പഠിക്കേ. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തടസ്സങ്ങളും നിർവീര്യമാക്കണമേ. എല്ലാ തെറ്റിദ്ധാരണകളും പരിശുദ്ധാത്മാവെടുത്ത് മാറ്റണമേ. പരിശുദ്ധാത്മാവേ അബദ്ധ ചിന്തകൾ മാറണമേ, എതിർ ചിന്തകൾ മാറണമേ. പരിശുദ്ധാത്മാവേ, 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 എല്ലാ എതിർ ചിന്തകളും മാറട്ടെ, എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, 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 റൂഹാ, സ്വർഗത്തിന്റെ ശക്തിയെ, ഓ പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. എല്ലാ വ്യക്തികളും നിറയട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. Oh Holy Spirit, oh Holy Spirit, oh Holy Spirit, oh Holy Spirit, oh പരിശുദ്ധാത്മാവേ, 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 oh പരിശുദ്ധാത്മാവേ. ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൽത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ദൈവസ്വരം കേൾക്കാതെ തോന്നിവാസ ജീവിതം നയിക്കുന്നവര്,
ദൈവസ്വരം കേൾക്കാൻ താല്പര്യമില്ലാതെ കൂട്ടുകാർ പറയുന്നത് മാത്രം കേട്ട് നടക്കുന്നവർ, ദൈവസ്വരം കേൾക്കാൻ താല്പര്യമില്ലാതെ ഈ ലോകം പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നടക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ ജീവിത പങ്കാളി അപ്രകാരമുള്ള വ്യക്തി ഉണ്ടാവും. കൂട്ടുകാരും നാട്ടുകാരുമാണ് പ്രധാനം. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല. ഒരുപക്ഷെ മക്കളുണ്ടാവും. മൊബൈൽ ഫോണിലാണ് ജീവിതം. 24 മണിക്കൂറും മൊബൈൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിൻ്റെ റീൽസുകൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും ദൈവസ്വരം കേൾക്കാൻ താല്പര്യമില്ലാത്ത വണ്ണം വല്ലാണ്ട് ഇരുട്ടിലായിരിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ചിലർ ജീവിതത്തിൽ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയവരുണ്ടാവും. അവരൊരുപക്ഷെ വീട്ടിലും നമ്മുടെ പരിചയത്തിലുമൊക്കെ അവരെല്ലാത്തിൽ നിന്നും അടഞ്ഞ വാതിൽ അകത്തിരിക്കുന്ന അവസ്ഥയുണ്ടാവും. പുറത്തിറങ്ങില്ല, ആരോട് സംസാരിക്കില്ല, എല്ലാ കാര്യത്തിലും ഭയമാണ്. ഇനി ഒരു കാര്യം ചെയ്താൽ വിജയിക്കില്ല എന്നൊരു ചിന്ത, എൻ്റെ ജീവിതം നശിച്ചു എന്നൊരു ചിന്ത, ആർക്കും എന്നെ വേണ്ട എന്നൊരു ചിന്ത. അങ്ങനെയൊക്കെ ചിലർ നമ്മുടെയൊക്കെ പരിചയത്തിലുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി. കർത്താവേ, ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിക്കുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് കരുതി ഭാരം, വിവാഹബന്ധം ആരംഭിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് പല തടസ്സങ്ങളുണ്ടായത്. നശിച്ച ജീവിതമാണല്ലോ എന്ന് കരുതി ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടാവും. സമർപ്പിക്കൂ. നഷ്ടപ്പെട്ട എല്ലാം കർത്താവ് വീണ്ടെടുത്ത് തരും. നീ ഒരു കാര്യം ചെയ്യണം. ദൈവസ്വരം കേൾക്കാൻ തയ്യാറാവണം. നീ ഇന്ന് കടന്നു പോകുന്ന ഈ പ്രതിസന്ധിക്കകത്ത് കർത്താവ് ഒരു ഉത്തരം കരുതി വെച്ചിട്ടുണ്ട്. 5 അപ്പം 10,000 ദൈവം വീതം വെച്ച് കൊടുത്തപ്പോൾ എന്തു ചെയ്യണമെന്ന് ഈശോ കൃത്യമായി കരുതിയിരുന്നു. ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൻ്റെ മുൻപിലൂടെ നടത്തിയപ്പോൾ ആ കടല് കടക്കാനുള്ള വഴി ദൈവം നേരത്തെ കരുതിയിരുന്നു. എന്നതുപോലെ തന്നെ നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവം നേരത്തെ കരുതിയിട്ടുണ്ട്. നീ വിശ്വസിക്കുക. യെസ് കർത്താവെ, അത് സംഭവിക്കട്ടെ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഒരുപക്ഷെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചവരൊക്കെയാണ്. അവർക്ക് വേണ്ടി വിശ്വസിക്കണം. കർത്താവെ, ഇനിയുള്ള ഈ ആശീർവാദം ഞാൻ സ്വീകരിക്കുമ്പോൾ അപ്രകാരം ഒരു അത്ഭുത ശക്തി അവരിൽ സംഭവിക്കട്ടെ. കർത്താവെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, അത്ഭുതകരമായ കൃപ അവരിലേക്ക് നിറയണം. നമ്മൾ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന സമയം കരങ്ങൾ കൂപ്പിക്കേ. കർത്താവെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ആലയത്തിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ, ദൈവത്തിൻ്റെ സ്വരം ഞങ്ങൾ കേൾക്കാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആ വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.